അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വാഴക്കുളത്തെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രകടനം നടത്തി മർച്ചന്റ് അസോസിയേഷൻ. വേഗത കുറിച്ച് വാഹനം ഓടിക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ അംഗങ്ങൾ ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. വാഴക്കുളം ടൗണിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ മൂലം നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും പലരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ടൗണുകളിൽ അനുവദനീയമായ ബസ്സുകളുടെ പരമാവധി വേഗതയായ 30 കിലോമീറ്റർ വേഗത്തിൽ മാത്രമേ പ്രവേശിക്കാവൂ എന്നാവശ്യപ്പെട്ട് വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാഴക്കുളം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബുധനാഴ്ച വൈകിട്ട് 5 മുതൽ വാഴക്കുളം ടൗണിലൂടെ ഓടുന്ന സ്വകാര്യ ബസ് ഡ്രൈവർമാർക്ക് വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജോ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള അസോസിയേഷൻ അംഗങ്ങളും പൊതുജനങ്ങളും ചേർന്നാണ് ടൗണിൽ വേഗത കുറച്ച് ഓടണമെന്ന കർശന നിർദ്ദേശം നൽകിയത്. ദിവസം രാത്രി 8 മണിയോടുകൂടി പഞ്ചമി എന്ന പേരിലുള്ള ഒരു ബസ് വാഴക്കുളത്ത് ഒരാളെ ബൈക്ക് ഇടിച്ചു വീഴുകയും അയാൾ അതേ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ആ ബസ് തന്നെ ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുൻപ് വാഴക്കുളം ടൗണിൽ 2 പേരുടെ ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഴക്കുളവുമായി ബന്ധപ്പെട്ട് വാഴക്കുളത്തോട് ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾ അവരുടെ വേഗത നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്ന് നമ്മൾ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വലിയ അപകടം ഉണ്ടാക്കുകയും ആളുകളുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്ത ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുന്ന അടക്കമുള്ള ആവശ്യങ്ങൾ നമ്മൾ അതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ തരത്തില് അമിത വേഗതയിൽ ഓടുന്ന ബസ്സുകളെ കർശനമായിട്ട് നിയന്ത്രിക്കുന്ന നടപടികൾ അധികാരികളുടെ ഭാഗത്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വാഴക്കുളത്തെ വ്യാപാരികളും അതുപോലെ തന്നെ ഇവിടെയുള്ള പൊതുസമൂഹവും ഉണർന്ന കാര്യത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം രാത്രി 8 വാഴക്കുളം കാനറ ബാങ്കിന് സമീപമായി അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ഇരുചക്ര വാഹന യാത്രികനെ ഇടിച്ചു തെറിപ്പിക്കുകയും ഗുരുതരമായ പരിക്കുകളോടെ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ്. ഇതേ ബസിന്റെ അമിതവേഗം കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപ് 2 പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തിരുന്നു. ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ശിക്ഷണ നടപടികൾ സ്വീകരിക്കണമെന്നും ടൗണിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ട് പോലീസ് അധികൃതർക്കും RTOയ്ക്കും പരാതി നൽകിയിരിക്കുകയാണ് വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ. അസോസിയേഷൻ ഭാരവാഹികളായ ടോമി തോമസ്, തോമസ് വർഗീസ്, അരുൺ ജോർജ്, റോജി KT തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം.